അപ്പോൾ ഗൈസ് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഒരു കോഴീനെ അടവെക്കുന്ന കാണിച്ചിരുന്നു. അപ്പോൾ ഇനി 4 ദിവസം കൂടെ ഉണ്ട്. ഞാൻ 27-ന് വെച്ചു. അപ്പോൾ 18-ന് വിരിയണം. ഇന്നിപ്പോൾ 14-ാം തീയതിയാണ്. ഇനി 4 ദിവസം കൊണ്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഞാൻ എടുത്തതേ ഉള്ളൂ. അപ്പോഴേ ഞാൻ വേറൊരു കോഴിയെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കറുത്ത കോഴിക്ക് 9 മുട്ട വെച്ചായിരുന്നു. അപ്പോൾ തൊപ്പിക്കോഴി കൂടെ ആയതുകൊണ്ട് തൊപ്പിക്കോഴി കുറച്ചും കൂടെ നല്ലതായിട്ട് കുഞ്ഞുങ്ങളെ നോക്കും. അപ്പോൾ കറുത്ത കോഴിയുടെ നിന്ന് ഒരു 5 മുട്ട അതിന് വെച്ചു തൊപ്പിക്ക്. അപ്പോൾ തൊപ്പിക്ക് 5, കറുത്ത കോഴിക്ക് 4. ഞാൻ കാണിച്ചു തരുമ്പോൾ തുറന്നോട്ടെ. ഇത് നല്ല വെയിലാട്ടാ. ഇതാടക്കുന്നു, ഇതായിരിക്കുന്നു. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, 4 മുട്ടകൾ ഇതിനുണ്ട്. ഇനി 4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, കോഴിക്കുഞ്ഞ് വിരിയുന്നതിൻ്റെ. ഇത് തൊപ്പിക്കോഴി. ഇതിന് അതാ 5 മുട്ട. ഈ തൊപ്പിക്കോഴി നല്ല കണക്ക് നോക്കും, പക്ഷെ ഇത് നോക്കും, പക്ഷെ അതിൻ്റെ അത്ര വരൂല. അതുകൊണ്ടാണ് അങ്ങനെ 5 എണ്ണം വച്ചത്. അപ്പോൾ പിന്നെ ഇവിടെ ഈ കൂട്ടിൻ്റെ അകത്ത് നോക്കിയേ, കാണുന്നുണ്ടോ? ഒരു നമ്മുടെ ഇവിടുത്തെ ഒരു കോഴി മുട്ടയിട്ട് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. കണ്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി 4 ദിവസം കഴിഞ്ഞ് കോഴിക്കുഞ്ഞിൻ്റെ വീഡിയോ ഇടും കേട്ടോ. അതും നിങ്ങൾ അത് കാണുന്നതിന് വേണ്ടി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോഴേ ഇനി കോഴിക്കുഞ്ഞ് വിരിയുന്നതും കാണാൻ പറ്റൂ. പിന്നെ കോഴിക്കുഞ്ഞ് വിരിയുമ്പോൾ വേറെ കൂടും വാങ്ങിക്കും, അതിലോട്ടൊക്കെ മാറ്റുന്ന അന്ന് കാണും. ഓക്കെ, പീസ് ഔട്ട്.